ഗായ്സ് 5 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് എങ്ങനെ ഷിപ്പിൽ ജോലി കിട്ടി? സെക്കൻഡ്, ഷിപ്പിൽ ജോലി കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? തേർഡ് ക്വസ്റ്റ്യൻ, അതിന് എനിക്കുണ്ടായ എക്സ്പെൻസസ് എത്രയൊക്കെയാണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള സാലറി ആൻഡ് എക്സ്പെൻസസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും ചില ദോഷങ്ങളും. ഓക്കെ, ഈ ഒരു 5 ക്വസ്റ്റ്യനുള്ള ഉത്തരമായിരിക്കും ഈ ഒരു ചെറിയ വീഡിയോൻ്റെ അകത്ത്. സോ ദിസ് ഈസ് മീ ഗൗതം രാജ് ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം ബ്രോവർ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് എങ്ങനെ ഷിപ്പിൽ ജോലി കിട്ടി? അതിനു മുമ്പേ നമുക്ക് ഷിപ്പിലുള്ള ജോലിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ ഈ ഷിപ്പിൽ കയറണം എന്നുള്ളത് ഒരേ ഒരു കോൺസെപ്റ്റുമായിട്ട് തന്നെ ഉള്ള ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ടാവും. അതായത് ഷിപ്പിൻ്റെ ഡെക്ക്, എൻജിന്, മെറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കോഴ്സ് പഠിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. അതൊരു ഫസ്റ്റ് കാറ്റഗറി. ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെക്കൻഡ് കാറ്റഗറിയാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മളെ ചുറ്റും നമ്മൾ കാണുന്ന ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ടാവും. അതായത് ടൈലേഴ്സ്, വെൽഡേഴ്സ്, പെയിൻറ്റേഴ്സ്, അതേമാതിരി ഷെഫുമാർ, വെയിറ്റർമാർ. ഞാൻ വെയിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറീനെ കുറിച്ചിട്ടായിരിക്കും എനിക്ക് കൂടുതൽ അറിയാം. അപ്പം ആ ഒരു കാറ്റഗറിനെ കുറിച്ചിട്ടായിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഞാൻ 2 വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്ത സമയത്താണ് ഞാൻ ഈ CSSI എന്ന് പറഞ്ഞ മുംബൈയിലുള്ള ഏജൻസീൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ കോൾ വന്നത്. അത് എനിക്ക് ഓൺലൈനിൽ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ബാംഗ്ലൂരിലുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വലിയ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഭയങ്കര ഒരു ഷോർട്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം അത്രയും ഒരു ക്രൗഡിൻ്റെ അകത്ത് അവരധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിന് സെക്കൻഡ് ഇൻ്റർവ്യൂ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ എടുത്തു, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒക്കെ ആയിട്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓഫർ ലെറ്റർ, അതായത് എൻ്റെ കമ്പനി എനിക്കൊരു ഓഫർ ലെറ്റർ തന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു. അതായത് നമ്മളിപ്പോൾ ഒരു സീമാൻ, നമ്മൾ ഷിപ്പിൽ ജോലിയാണെങ്കിൽ ഒരു സീമാൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും വരിക. ഈ സീമാൻ എന്നുള്ള കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതായത് STCW എന്ന് പറയും. STCW സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടാവും. അതായത് നമ്മൾ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പം ഷിപ്പ് പെട്ടെന്ന് മുങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ പറ്റിയുള്ള ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, അതായത് ഷിപ്പിൽ തീ പടരാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മാൻഡേറ്ററി ആയിട്ട് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ചെയ്തിരിക്കേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സ് എല്ലാവരുടെ കയ്യിലും വെച്ചിരിക്കണം. ആ സർട്ടിഫിക്കറ്റ്സിന് ഫസ്റ്റ് തന്നെ, അതായത് ഒരുപാട് ഏജൻസീസ് ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലായിടത്തും പോയി എടുക്കാൻ പറ്റില്ല. DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം പോയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം പഠിച്ച് നമ്മൾ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മേടിച്ച് വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഷിപ്പിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് ആ സമയത്ത് എനിക്ക് ഏകദേശം 22,000 അടുത്ത് വന്നായിരുന്നു. 22,000 അടുത്ത് വന്നായിരുന്നു. പിന്നെ അത് കൂടാതെ എൻ്റെ സൈഡിൽ നിന്ന് വേറെ എക്സ്പെൻസ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കമ്പനിയുടെ തന്നെ ചെറിയൊരു ട്രെയിനിങ് ഉണ്ട്. അതായത് എന്നെ റിക്രൂട്ട് ചെയ്തത് കോസ്റ്റ എന്ന് പറഞ്ഞാൽ കാർണിവലിൻ്റെ താഴെയുള്ള ഒരു കമ്പനിയായിരുന്നു. അതൊരു US കമ്പനിയാണ്. അപ്പം അവരുടെ ഒരു ട്രെയിനിങ്, അതായത് അവരുടെ ഷിപ്പിനെ പറ്റിയിട്ട്, അവരുടെ ബ്രാൻഡിനെ പറ്റിയിട്ട് നമ്മളെ ജോബിൻ്റെ എല്ലാം ബ്രീഫിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് ഹൈദരാബാദ് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു 6-7 ഡേയ്സ് അങ്ങനെ. അപ്പം അത് ഫ്രീ ആയിരുന്നു, കമ്പനിയുടെ വകയായിരുന്നു. പക്ഷേ നമ്മൾ അവിടുത്തെ സ്റ്റേ എല്ലാമായിട്ട് കുറച്ച് എക്സ്പെൻസ് നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടും. ആ 2 എക്സ്പെൻസാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ നമ്മൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഡോക്യുമെൻറ്റും കൂടിയുണ്ട്. അതാണ് CDC എന്ന് പറയും. അതായത് നമ്മൾ ത്രൂ ഫ്ലൈറ്റ് പോകുമ്പോൾ നമുക്കിതാ പാസ്പോർട്ട് വേണം. അതേമാതിരി നമ്മൾ കടലിലൂടെ ബോർഡർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഈ ഒരു CDC എന്ന് പറഞ്ഞ ഒരു പാസ്പോർട്ട് പോലെ തന്നെയുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ STCW സർട്ടിഫിക്കറ്റ്സ് എല്ലാം പാസ് ചെയ്ത് അതിനുശേഷം അവിടെ നിന്ന് അപ്ലൈ ഒക്കെ ചെയ്യാത്തതിലാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പം ഇതിനും അധികം വലിയ പൈസയൊന്നും ആവില്ല. പിന്നെ ചെറിയ എന്താ പറയുക, നമ്മൾ മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഷിപ്പിൽ പോകുമ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റാന്നുള്ള അത് നമ്മൾ കമ്പനീനെ ബോധ്യപ്പെടുത്തണം. അതേമാതിരി ചില ഇഞ്ചെക്ഷൻസൊക്കെ ഉണ്ടാവും. അതായത് എന്താ പറയുക, യെല്ലോ ഫീവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഷിപ്പിൽ കയറുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ഒറ്റ ഷോട്ടിൽ കംപ്ലീറ്റ് ചെയ്തു.
ഫോർത്ത് ക്വസ്റ്റ്യൻ, സാലറി ആൻഡ് എക്സ്പെൻസസ്. സാലറി എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആ സാലറിയിൽ ഡിഡക്ഷൻസിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഒരു 10 പൈസേൻ്റെ ടാക്സ് ഒരൊറ്റ കുട്ടിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ നാട്ടിലേക്ക് അയക്കാൻ പറ്റും. അപ്പം നമ്മളെ ചുറ്റുപാടുള്ളവരൊക്കെ പറയും നമുക്ക് സാലറി ടാക്സ് ഫയൽ ചെയ്യാനായെന്നൊക്കെ. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേ വേണ്ട. നിങ്ങളൊരു സീമാൻ ആണോ, നിങ്ങൾക്ക് ടാക്സ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. നമ്മളൊരു NRI കാറ്റഗറിയിലാണ്. അതായത് നമ്മളെ നാട്ടിൽ നിന്നൊന്നും കയറ്റി അയക്കുന്നുമില്ല, നമ്മളൊന്നും മേടിക്കുന്നുമില്ല. ഇത് നമ്മൾ തന്നെ പുറത്ത് പോയി നമ്മൾ തന്നെ വേർത്ത് നമ്മൾ തന്നെ പണിയെടുത്ത് നമുക്ക് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് ഒരു 10ൻ്റെ പൈസ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ്, ഷിപ്പിലുള്ള എക്സ്പെൻസ്. അതാണ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് 10 പൈസ ശരിക്കും നമ്മളെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഫുഡ്, നമ്മളെ സ്റ്റേ, ഇലക്ട്രിസിറ്റി, വാട്ടർ, നമ്മളെ ലോണ്ട്രി ഇതെല്ലാം ഫ്രീ ആയിരിക്കും. ശരിക്കും നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് അതേപോലെ, അതായത് 100% നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലോ, അപ്പം പുറത്ത് പോയാൽ ചെറിയൊരു എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. അതൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഈ ഷിപ്പിംഗ് ക്രൂസിംഗ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ. അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഫസ്റ്റ് തന്നെ നമുക്ക് ദോഷങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, ദോഷങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ഇൻഡസ്ട്രിയും പോലെ തന്നെ നല്ല പണിയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള വിൽ പവർ ഇല്ലെങ്കിൽ ഒരുപാട് പേര് നിർത്തിപ്പോകും. കാരണം എൻ്റെ കൂടെ ഒരു 10 പേര് ഷിപ്പ് കയറുകയാണെങ്കിൽ അതിലൊരു 3 പേര് തന്നെ ഫസ്റ്റത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ നിർത്തിപ്പോകുന്നവരായിരിക്കും. കാരണം ഇൻഡസ്ട്രി കുറച്ച് ഹാർഡാണ്. വർക്കും പ്രഷറും എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ വർക്കും പ്രഷറും നമ്മൾ ജസ്റ്റ് അന്ന് യൂസ്ഡ് ആവുകയാണെങ്കിൽ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ അത് നമ്മളെ പാർട്ടാവുകയാണെങ്കിൽ ദാൻ ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്നേ പറയാനുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ കോൺട്രാക്റ്റ് പോയപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു മാസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ചാട്ടിലങ്ങ് കയറും. പിന്നെ ആ ഒരു ഫ്ലോയിൽ നമ്മൾ സിമ്പിളായിട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോലായിരുന്നു എൻ്റെ ലൈഫ് സത്യം പറയുകയാണെങ്കിൽ. അതാണ് ഒരു ദോഷം. പിന്നെ നമ്മൾ ഫാമിലി മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. 6 to 7 months നമ്മൾ ഷിപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നാട്ടിൽ പോയി വരാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. പക്ഷേ വേറെ ഒരു ഗുണമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ കമ്പനിയൊക്കെ എടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എക്സ്പെൻസും ഇല്ല. നമ്മളെ എല്ലാ എക്സ്പെൻസും കമ്പനി തന്നെ നോക്കിക്കൊണ്ടേക്കണം. അതായത് നമ്മൾ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ട് ആ ടാക്സി വിളിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ ആ ടാക്സിയുടെ ബില്ല് നമ്മൾ എൻ്റെ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ പോലും നമുക്ക് തിരിച്ച് റീഫണ്ട് കിട്ടും. അതായത് നമ്മൾ പണിയെടുക്കുന്ന പൈസ അതേമാതിരി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലെത്തുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗുണങ്ങൾ ഞാൻ ഇതൊക്കെ തന്നെ. നമ്മളിപ്പം പുറത്ത് പോയിട്ടൊരു UK US പോകണമെങ്കിൽ മേ ബി നമുക്ക് 3 to 3.5 lakhs ഒക്കെ സാലറി ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനകത്ത് വലിയൊരു എമൗണ്ട് നമ്മളെ ഗവൺമെൻറ് പിടിക്കുക. നമ്മളെ ഗവൺമെൻറ് അവരെ ഗവൺമെൻറ് പിടിക്കും ടാക്സ് ആയിട്ട്. പിന്നെ റൂമിനൊക്കെ റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഫുഡിന് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി, പിന്നെ ഇൻഷുറൻസ്, അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഷിപ്പിൽ വർക്ക് ചെയ്യുക 100% ജോബിന് വേണ്ടി നമ്മൾ കൊടുക്കുക, 100% സാലറി ആയിട്ട് നമ്മൾ തിരിച്ചു പോവുക. അതാണ് ഷിപ്പ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ. ഇതേമാതിരത്തെ ക്വസ്റ്റ്യൻസ് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും പറയാമെന്ന് ഒരിക്കലും ഇത് കുറച്ച് മുമ്പുണ്ടായ മാതിരി ചില യൂട്യൂബേഴ്സ് ഒരു ചാനൽ തുടങ്ങിയിട്ട് അവർ തന്നെ ഇൻ്റർവ്യൂ എടുത്തിരുന്ന അങ്ങനത്തെ ഒരു ക്രിഞ്ച് പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. പക്ഷേ എൻ്റെ ഈ ഒരു അനുഭവങ്ങൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നുള്ള ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഗൈസ്, എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലത്തെ ഷിപ്പിനെ കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളും എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതേപോലത്തെ കണ്ടന്റ് ഇനിയും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. മീൻസ് ബേസിക്കലി ട്രാവൽ ബ്ലോഗർ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഒരു ട്രാവൽ ബ്ലോഗർ എന്നാണ്. എന്നാലും ഷിപ്പിലെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി കാണാൻ വേണ്ടിയിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളെ കമൻറ്റ്സ് ഇറ്റ് വിൽ മോട്ടിവേറ്റ് മീ മോർ ദാൻ വാട്ട് യു ക്യാൻ ഇമാജിൻ ആക്ച്വലി. കാരണം ഇപ്പം തന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സും അല്ലാതെ മീൻസ് എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാന്ന് വെച്ചാലും മൈ ഗോഡ്, it's like a trophy for me. Okay, അപ്പോൾ you can show your support by liking and sharing my video. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ this is me Kautham Raj signing off.